ജൂലൈ 16. ക്രൈസ്തവ ലോകം മുഴുവന്റെയും സന്യാസ കൂട്ടായ്മയുടെ മാതൃരൂപം അവകാശപ്പെടാവുന്ന അതിബൃഹത്തായിട്ടുള്ളൊരു കൂട്ടായ്മയായ കർമ്മലീത്ത സമൂഹം മുഴുവന്റെയും പൊതു തിരുനാളാണ് ഇന്ന് ആഗോള വ്യാപകമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നത്. ഈ കർമ്മലീത്ത സമൂഹത്തിന്റെ പൊതുമധ്യസ്ഥ നമ്മുടെ അമ്മ പരിശുദ്ധ കന്യാമറിയം തന്നെയാണ്. ഇന്ന് നമ്മുടെ അമ്മയെ കർമ്മല മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് മാത്രം. അതിന്റെ പുറകിൽ ചരിത്രവും പാരമ്പര്യവും ഇടകലർന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പ് തന്നെ വിശുദ്ധ നാട്ടിൽ അറിയപ്പെട്ടിരുന്ന ഒരു മലയാണ് കർമ്മലമല. ഇന്നും ആ മല അതേ പേരിൽ പലസ്തീനയിലുണ്ട്. വിശുദ്ധ നാട് സന്ദർശിക്കാൻ ലഭിച്ച അവസരത്തിൽ കർമ്മലമലയിലേക്ക് കയറുന്നതിനും കുറെ സമയം ചരിത്രവും പാരമ്പര്യവും മനസ്സിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് ചിന്തകൾ നവീകരിക്കുന്നതിനും ചിന്തകൾ സജീവമാക്കുന്നതിനും എനിക്ക് അവസരം കിട്ടിയത് ഞാൻ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ്. ഈ കർമ്മലമലയാണ് അന്ന് ദൈവവുമായിട്ടുള്ള ആഭിമുഖ്യത്തിൽ വളരാൻ ആഗ്രഹിച്ചിരുന്ന ഋഷിതുല്യരായ പലരും തങ്ങളുടെ ധ്യാന പ്രാർത്ഥനകൾക്കായി കണ്ടെത്തിയ സ്ഥലം എന്നുള്ളതാണ് പാരമ്പര്യത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇസ്രായേലിന്റെ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായി കരുതപ്പെട്ടിരുന്ന ഏലിയ പ്രവാചകൻ തന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലം ഈ കർമ്മലമലയായിരുന്നു എന്നാണ് പാരമ്പര്യം സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനാ നിരതമായിരുന്ന അവസരത്തിൽ ദൈവത്തിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്ന് പറയപ്പെടുന്നു, അങ്ങ് ഇവിടെ എന്തു ചെയ്യുകയാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പ്രവാചകൻ പറഞ്ഞത് മെത്തൻതെന്നേസ് മറിയ അലാഹ എൽസാന. അന്ന് ആ നാട്ടിൽ പ്രചാരത്തിലിരുന്ന അറമൈക് ഭാഷയിൽ നിന്ന് വളർന്നു വന്ന സുറിയാനി ഭാഷയാണ് ഞാൻ സംസാരിച്ചത്. മെത്തൻതെന്നേസ് മറിയാലാഹ എൽസാന എന്ന് പറഞ്ഞാൽ സൈന്യങ്ങളുടെ കർത്താവായ ദൈവത്തെ പറ്റിയുള്ള തീഷ്ണതയിൽ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പറ്റിയുള്ള തീഷ്ണതയിൽ ഉള്ള ഈ എരിച്ചലിൽ നിന്നാണ് കർമ്മലീത്ത ചൈതന്യം ഉൾക്കൊണ്ടത് എന്നാണ് പാരമ്പര്യം. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് വിശുദ്ധ നാടിന്റെ അതിർത്തി വരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് കർമ്മലീത്ത ചിന്താധാര യൂറോപ്പിലേക്ക് പ്രചരിക്കാനിടവന്നു. പ്രാർത്ഥനാപൂർവമായിട്ടുള്ള ധ്യാന മനനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിത ശൈലി അന്ന് യൂറോപ്പിൽ ബെനഡിക്റ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്ന സന്യാസത്തിന് കൂടുതൽ ഉന്മേഷവും വളർച്ചയും ഈ കർമ്മലീത്ത ചൈതന്യത്തിന്റെ പ്രവേശനത്തോടു കൂടി ഉണ്ടായി എന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ മധ്യനൂറ്റാണ്ടിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 13-ാം നൂറ്റാണ്ടോടുകൂടെ വളരെ സംഘടിതമായിട്ടുള്ളൊരു രീതിയിൽ ഈ കർമ്മലീത്ത കൂട്ടായ്മ രൂപപ്പെടാൻ ഇടവരികയാണ്. ആ സംഘടനയുടെ പൊതു അധികാരി പിതാവ് എന്ന നിലയിൽ വന്യനായിട്ടുള്ള സൈമൺ സ്റ്റോക്ക് എന്ന ഒരു പുരോഹിതനാണ് നിയമിതനാകുന്നത്. അദ്ദേഹം മാതൃഭക്തിയിലും ദൈവസ്നേഹത്തിലും ഒരുപോലെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അങ്ങനെയിരിക്കെ 13-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ, കൃത്യമായി പറഞ്ഞാൽ 1251 ജൂലൈ മാസം 16-ാം തീയതി ദൈവമാതാവ് സൈമൺ സ്റ്റോക്ക് വൈദികനെ പ്രത്യക്ഷപ്പെട്ട് കർമ്മലീത്ത കൂട്ടായ്മയിൽ താൻ അതീവം സംതൃപ്തയാണെന്നും അതിന്റെ വളർച്ചയും അതിന്റെ ഉയർച്ചയും കണ്ട് എല്ലാ തരത്തിലുള്ള തന്റേതായിട്ടുള്ള സംരക്ഷണവും അതിന് നൽകാൻ താൻ സന്നദ്ധയാണെന്നും സൈമൺ സ്റ്റോക്കിനെ അറിയിക്കുകയാണ്. അതോടുകൂടെ കർമ്മലീത്ത കൂട്ടായ്മയ്ക്ക് ഒരു യൂണിഫോം എന്ന രീതിയിൽ എന്ന് ചിന്തിക്കാവുന്ന രീതിയിൽ ഒരു വസ്ത്രവും പ്രദാനം ചെയ്തു എന്നുള്ളതാണ് പാരമ്പര്യം. ഈ യൂണിഫോമാണ് യഥാർത്ഥത്തിൽ പിന്നീട് വികസന പ്രക്രിയകൾ കൂടെ കടന്നുപോയി ഇന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഉത്തരീയം വെന്തിഞ്ഞ ആയി തീർന്നത് എന്നുള്ളതാണ് ചരിത്രത്തിന്റെ ബാക്കിപത്രം. പക്ഷെ അതോടുകൂടെ കർമ്മലീത്ത ചിന്താരീതിയിൽ ധ്യാനത്തിന് പ്രാധാന്യം കൊടുക്കുന്നതോടുകൂടെ തന്നെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധ്യാനത്തിൽ നിന്ന് കിട്ടുന്ന ഊർജമനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി മനുഷ്യൻ സന്നദ്ധനാകണം എന്നൊരു പുതിയ ചിന്തയും കൂടി അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുകയാണ്.
അങ്ങനെയാണ് പ്രാർത്ഥനയും പ്രവർത്തനവും കർമ്മലീത്ത ചൈതന്യമായിട്ട് തീരുന്നത്. പ്രവർത്തിക്കുന്നതിന്റെ പ്രതീകം എന്ന രീതിയിൽ ജോലി ചെയ്യുന്നവർ ഉപയോഗിക്കുന്ന ഒരു ഏപ്രിന്റെ ഒരു രൂപകൽപ്പന പോലും ഉദ്ധരീയത്തിന് ഉള്ളതായിട്ട് വേണം മനസ്സിലാക്കാൻ. ക്രൈസ്തവ ലോകത്തിന്റെ ക്രിസ്തീയതയ്ക്ക് പര്യായം എന്ന രീതിയിൽ പോലും ഇന്ന് സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണാവുന്ന ഒരു അടയാളമാണ് ഉദ്ധരീയമായിട്ട് നിൽക്കുന്നത്. ഉദ്ധരീയം എന്ന് പറയുമ്പോൾ കഴുത്തിലണിയുന്ന ചെറിയ ഒരു മാതൃക അത് മാത്രമല്ല, സന്യാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എല്ലാ സന്യാസ വസ്ത്രങ്ങളും തന്നെ ഈ കർമ്മലീത്ത ഉദ്ധരീയത്തിന്റെ മാതൃകയിൽ ആണ് ആരംഭം കൊണ്ടിട്ടുള്ളത് എന്ന് കാണാം. ഇന്നും അതിന്റെ ചില അവശിഷ്ടങ്ങൾ എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ നമ്മുടെ ഇടയിലും ഈ കർമ്മലീത്ത ഉത്തരീയം തങ്ങളുടെ സന്യാസ വസ്ത്രമായിട്ട് സ്വീകരിക്കുന്ന വ്യക്തികൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ക്രൈസ്തവർ വിശ്വാസികൾ, സാധാരണ വിശ്വാസികളായാലും ശരി, സമർപ്പിച്ച ജീവിതം നയിക്കുന്ന വിശ്വാസികളായാലും ശരി, കർമ്മലീത്ത ചിന്താധാരയുമായിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അതിന്റെയും അടിസ്ഥാനത്തിലും കൂടിയാകണം സാർവത്രികമായിട്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ രൂപതകളിലും ആഘോഷപൂർവ്വം തന്നെ കൊണ്ടാടുന്ന ഒരു തിരുനാളാണ് കർമ്മല മാതാവിന്റെ തിരുനാള് എന്നുള്ളതാണ് ചരിത്ര വസ്തുത. അതുകൊണ്ട് ഒരു തരത്തിൽ പറഞ്ഞാൽ, പല വിധത്തിൽ നോക്കിയാലും സാധാരണ ക്രൈസ്തവന്റെ ജീവിതത്തിൽ അഭേദ്യമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിന്താധാരയാണ് കർമ്മലീത്ത ധാര എന്ന് വേണം വിചാരിക്കാൻ. ഈ അവസരത്തിൽ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് വരുന്നത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ പോലും ഈ കർമ്മലീത്ത ധാരയ്ക്ക് പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതിനെ ഒരു തെളിവെന്ന വിധത്തിൽ പോലും നമുക്ക് കാണാവുന്നതാണ്. എന്റെ മാതൃ ഇടവക വടക്കൻ പുതുക്കാട് എന്ന് പറയും. ചരിത്രരേഖകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആ ഇടവകയുടെ ഉത്ഭവം AD 400 എന്നാണ്. AD 400 ഉത്ഭവിച്ച, തുടക്കം കുറിച്ച ആ ദേവാലയം കർമ്മലമാതാവിന്റെ നാമത്തിലാണ് അന്നും ഇന്നും സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. AD 400 തന്നെ തികച്ചും ഒരു കുഗ്രാമമായിട്ടുള്ള വടക്കം പുതുക്കാടില് കർമ്മലമാതാവിന്റെ ഭക്തി സാധാരണ ജനങ്ങളിൽ വളരെയേറെ സജീവമായിട്ട് നിലനിൽക്കാൻ ഇടവന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാകില്ലേ അന്ന് ഉയർന്നു വന്ന ദേവാലയത്തിന് കർമ്മലമാതാവിന്റെ പേരിൽ ആ ദേവാലയം പണിയപ്പെടാൻ ഇടവന്നിട്ടുള്ളത് എന്നുള്ള ചിന്ത നമ്മുടെ പൂർവികന്മാരുടെ ഇടയിൽ തന്നെ കർമ്മലീത്ത ചിന്താധാരയ്ക്ക് നാം അറിയാതെ തന്നെ വളരെയേറെ പ്രചാരവും പ്രാധാന്യവും ലഭിച്ചിരുന്നു എന്ന് ഉള്ളതാണ് അതിന്റെ പുറകിലുള്ള സത്യം. കേരളത്തിൽ ഈ കർമ്മലീത്ത ചൈതന്യം വിദേശ മിഷണറിമാരുടെ ആഗമനത്തോടു കൂടെ പ്രചരിക്കാൻ ഇടവന്നു എന്നുവരികിലും കേരളത്തിൻ്റെതായിട്ടുള്ള തനിമയോടുകൂടെ ഈ കർമ്മലീത്ത ചൈതന്യം രൂപം കൊണ്ടത് 1831 മാനാനം കുന്നിൽ വിശുദ്ധ ചാവറ പിതാവിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതിബൃഹത്തായി ഒരു പ്രസ്ഥാനമായി ഇന്ന് CMI എന്ന പേരിൽ ആ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ചെറൊരു ശാഖയാണ് ഇന്ന് അഴീക്കോടിലും ഉള്ളത് എന്നുള്ളതാണ് ഇന്ന് നാം ഇവിടെ തിരുനാൾ ആഘോഷിക്കുന്നതിന് അടിസ്ഥാന കാരണമായിട്ട് നമുക്ക് കാണാവുന്നത്. എല്ലാ തരത്തിലും തന്നെ മനുഷ്യ ജീവിതമായിട്ട് പ്രത്യക്ഷത്തിലും പരോക്ഷമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ചിന്താധാരയാണ് കർമ്മലീത്ത ചിന്താധാര എന്നുള്ളത് നാം വിസ്മരിക്കാതിരിക്കുന്നത് നല്ലത്. ഇതിന്റെ ധാരയുടെ പ്രത്യേകത ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നത് പോലെ ദൈവവചനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചിന്തയിൽ നിന്നും മനനത്തിൽ നിന്നും ഉൾത്തിരിയുന്ന പ്രവർത്തനങ്ങളിൽ മനുഷ്യൻ ഏർപ്പെടുമ്പോഴാണ് മനുഷ്യന് കൂടുതൽ സന്തോഷിക്കാൻ അവസരം ലഭിക്കുക, മനുഷ്യന്റെ അന്തരംഗങ്ങളിൽ സമാധാനം നിലകൊള്ളുക എന്ന യേശുവിന്റെ വാക്കുകൾ ഇവിടെ കൂടുതൽ പ്രസക്തമാകുന്നത് കാണാം. കർമ്മലീത്ത ചൈതന്യമനുസരിച്ച് പ്രാർത്ഥനയും പ്രവർത്തനവും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിന്താധാര, ആ ധാരയ്ക്കാണ് കൂടുതൽ പ്രസക്തി. ആ പ്രസക്തി യുക്തിപൂർവവും ബുദ്ധിപൂർവവും മനുഷ്യൻ വിനിയോഗിക്കാൻ ഇടവരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ പരാമർശിക്കപ്പെടുന്ന പോലെ നമുക്കും കൂടുതൽ സന്തോഷിക്കാനും
കൂടുതൽ സമാധാനം അനുഭവിക്കാനും ഇടവരുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിപ്പെടാൻ ഇടവരും എന്ന് വിചാരിക്കാം. എല്ലാവർക്കും കർമ്മല മാതാവിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ നേരുന്നു.